മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 78-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. ത്രിദശവർദ്ധകിവർദ്ധിതകൗചലം ത്രിദശദത്തസമസ്തവിഭൂതിമത് ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ചിതരോചിഷാ. ഈ ബലഭദ്രൻ രേവതിയെ വിവാഹം കഴിക്കുന്നതും ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നതും ആയിട്ടുള്ള കഥയാണ് ഈ 2 ദശകങ്ങളിലായിട്ട് 78ഉം 79ഉം ദശകങ്ങളിലായിട്ട് പറയുന്നത്, വർണ്ണിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ശ്ലോകം 2 ശ്ലോകത്തിൽ ദ്വാരകയിൽ ചെന്ന് താമസിക്കുന്നതും 2ാമത്തെ ശ്ലോകത്തിൽ ബലരാമൻ ദേവകിയെ വിവാഹം കഴിക്കുന്നതും ആണ് കഥ പറയുന്നത്. ചുരുക്കി പറയണേ ഉള്ളൂ. ത്രിദശവർദ്ധകി വർദ്ധിത കൗശലം. ത്രിദശന്മാരെന്ന് വെച്ചാൽ ദേവന്മാരുടെ വർദ്ധകി എന്ന് വെച്ചാൽ ശില്പി ആണ്. വർദ്ധകി എന്ന് വെച്ചാൽ ശില്പിയാണ്. ദേവന്മാരുടെ ശില്പി ആയിട്ടുള്ള വിശ്വകർമാവാണ് ഈ ദ്വാരക ഉണ്ടാക്കിയത്. ദ്വാരക എന്നുള്ളതായിട്ടുള്ള നഗരം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. അപ്പം അങ്ങനെ ആ ത്രിദശവർദ്ധകിയായിട്ടുള്ള വിശ്വകർമാവിനാൽ വർദ്ധിതമായ കൗശലത്തോടു കൂടിയതായ വർദ്ധിക്കപ്പെട്ടതായ അത്യധികമായി വളർത്തപ്പെട്ടതായ കൗശലത്തോടു കൂടിയ സാമർഥ്യം, ആ വിശ്വകർമാവിൻ്റെ സാമർഥ്യം മുഴുവൻ ഇവിടെ ഈ ദ്വാരകയുടെ നിർമ്മാണത്തിൽ കാണിച്ചിട്ടുണ്ട്. വിശ്വകർമാവിനോട് അങ്ങോട്ട് കൽപ്പിച്ചു ഭഗവാൻ എന്നാണ് പറയുന്നത്. ആ കാലയവനൻ യുദ്ധത്തിനായിട്ട് വന്നപ്പോൾ വിശ്വകർമാവിനോട് പറഞ്ഞിട്ട് അങ്ങനെ ദ്വാരകയിൽ ഒരു പുതിയ നഗരം, ദ്വാരക, സമുദ്രമധ്യത്തിലിരുന്ന ദ്വാരക എന്നുള്ളതായിട്ട് നഗരം ഉണ്ടാക്കി എന്ന് നമുക്ക് പറയുകയുണ്ടായി. ആ വിശ്വകർമാവാണ് നിർമ്മിച്ചത് എന്നുള്ളത് കൊണ്ട് അത് വളരെ കൗശലത്തോടു കൂടിയതാണ്. സാമർഥ്യം മുഴുവൻ ആ വിശ്വകർമാവിൻ്റെ സാമർഥ്യം കൊണ്ട് വർദ്ധിതമായിട്ടുള്ളതാണ് ആ നഗരം എന്ന് സാരം. അതായത് അത്യധികം സുന്ദരമായിട്ട് പല വിശേഷങ്ങളും ഉള്ളതായിട്ടുള്ള ഒരു നഗരമാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു നഗരമാണ് സമുദ്രമധ്യത്തിൽ ഈ വിശ്വകർമാവ് ഉണ്ടാക്കിയത് എന്നാണ്. അങ്ങനെ ത്രിദശന്മാരുടെ വർദ്ധകിയായിട്ടുള്ള ശില്പിയായിട്ടുള്ള ദേവന്മാരുടെ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിൻ്റെ കൗശലം മുഴുവൻ പ്രാവർത്തികമാക്കിയിട്ടുള്ള ആ നവപുരം, പുതിയതായിട്ടുള്ള ആ പുരം, പുതിയതായി നിർമ്മിച്ചതായ പുതിയതായിട്ടുള്ള ആ പുരത്തെ ഇനി അത് അതിൻ്റെ വിശേഷം തന്നെയാണ്, പുരത്തിൻ്റെ വിശേഷണം തന്നെയാണ് പിന്നെയും പറഞ്ഞത്. ത്രിദശദത്ത സമസ്ത വിഭൂതിമത്. ത്രിദശന്മാരാൽ നൽകപ്പെട്ടതായ ത്രിദശന്മാരാൽ നൽകപ്പെട്ടതായ സമസ്ത വിഭൂതിമത്, എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയതാണ്. വിഭൂതി ഐശ്വര്യം, സമസ്ത വിഭൂതി സർവ ഐശ്വര്യങ്ങളും. അതായത് ഈ ദ്വാരക എന്നുള്ളതായിട്ടുള്ള ആ നഗരം നിർമ്മിച്ചപ്പോൾ ദേവന്മാരൊക്കെ അവരവരുടെ കഴിവനുസരിച്ച് എന്തൊക്കെയാണ് ആ നഗരത്തിൽ എന്തെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ത്രിദശദത്ത സമസ്ത വിഭൂതിമത്, ത്രിദശന്മാരാൽ നൽകപ്പെട്ടതായ സർവ ഐശ്വര്യങ്ങളോടും കൂടിയതായിട്ടുള്ള നഗരം. ത്രിദശദത്ത സമസ്ത ദത്തം നൽകപ്പെട്ടത്, ത്രിദശന്മാരാൽ നൽകപ്പെട്ടതായ സമസ്ത വിഭൂതികളോടുകൂടിയ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയതും. പിന്നെ ജലധി മധ്യഗതം, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഉള്ളതും. ജലധി മധ്യത്തിൽ ഗതമായിട്ടുള്ള, ജലധി മധ്യത്തിൽ ഉള്ളതായ, സമുദ്രമധ്യത്തിൽ നിർമ്മിക്കപ്പെട്ടതും ആയ നവപുരം, നവമായിട്ടുള്ള ആ പുരത്തെ, നഗരത്തെ, ദ്വാരകയെ ത്വം അഭൂഷയഃ, അങ്ങ് അഭൂഷയഃ അലങ്കരിച്ചു. അങ്ങ് ആ നഗരത്തെ അലങ്കരിച്ചു. ആ നഗരത്തിലേക്ക് പോയി ഭഗവാനും ബലരാമനും കൂടിയിട്ട് ആ നഗരത്തിലേക്ക് ചെന്നു എന്നാണ്. ബലരാമനോട് പ്രത്യേകിച്ച് പറയണില്ല. ത്വം അഭൂഷയഃ, അങ്ങ് അഭൂഷയഃ അലങ്കരിച്ചു. ആ ദ്വാരക എന്നുള്ളതായിട്ടുള്ള നഗരത്തെ അങ്ങ്
അലങ്കരിച്ചു. ത്രിദശ വർദ്ധകി വർദ്ധിത കൗശലം. ത്രിദശന്മാരുടെ അവിടെ ഒരു ത്രിദിവ വർദ്ധകി എന്നുള്ളതായിട്ടുള്ളൊരു പാഠം കൂടിയുണ്ട്. അതായത് ത്രിദിവന്മാര് എന്ന് വെച്ചാൽ ദേവന്മാര് തന്നെ. ആ ത്രിദിവന്മാരുടെ വർദ്ധകി സ്വർഗത്തിലെ വർദ്ധകിയായിട്ടുള്ള ത്രിദിവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം എന്നർത്ഥം. ആ ത്രിദിവന്മാര് സ്വർഗത്തിലുള്ള വസിക്കുന്നവര് ദേവന്മാര്. അപ്പോൾ ത്രിദിവന്മാര് എന്ന് വെച്ചാൽ സ്വർഗം എന്നുള്ള അർത്ഥമുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവര് എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ത്രിദിവം എന്നുള്ളതായിട്ടുള്ള പാഠം എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയാണ് അർത്ഥം. ത്രിദശവർദ്ധകി എന്നാണെങ്കിൽ ദേവന്മാര് എന്നുള്ള അർത്ഥം തന്നെയുള്ളൂ. ത്രിദശന്മാര് ദേവന്മാര്. 3 ദശകളുള്ളത് ഞാൻ നേരത്തെ പറയുണ്ടായിട്ടുള്ളത്. 3 ദശകൾ എന്ന് പറയുമ്പോൾ വാർദ്ധക്യമില്ല എന്നാണ്. ബാല്യം, കൗമാരം, യൗവനം, ഈ 3 അവസ്ഥകളേ ഉള്ളൂ ദേവന്മാർക്ക്. വാർദ്ധക്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ 3 ദശകളുള്ളതായിട്ടുള്ള ആ ദേവന്മാരുടെ വർദ്ധകി ശില്പി. ആ ശില്പിയാൽ വർദ്ധിതമായ കൗശലത്തോടു കൂടിയതും ത്രിദശദത്ത സമസ്ത വിഭൂതിമൽ. ത്രിദശന്മാരാൽ ദേവന്മാരാൽ ദത്തമായ നൽകപ്പെട്ടതായ സമസ്ത വിഭൂതിമൽ എല്ലാ ഐശ്വര്യങ്ങളോടു കൂടിയതും ജലധി മധ്യഗതം ജലധിയുടെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഉള്ളതും ആയ നവപുരം നവമായിട്ടുള്ള പുരത്തെ ത്വം അഭൂഷയ അങ്ങ് അലങ്കരിച്ചു. എങ്ങനെയാണ്? വപുഷ അങ്ങയുടെ ശരീരം കൊണ്ട് ആ നഗരത്തെ അലങ്കരിച്ചു. ആ നഗരത്തിൽ ചെന്നു എന്നർത്ഥം. അവിടെ വാസമാക്കി. ത്വം വപുഷ ശരീരം കൊണ്ട്, സ്വശരീരം കൊണ്ട് ആ നഗരത്തെ അലങ്കരിച്ചു എന്നാണ്. ഇനി ആ ശരീരം കൊണ്ട് അലങ്കരിച്ചത് എങ്ങനെയാണ്? വപുരഞ്ജിത രോജിഷ. വപുഹു വപുസ് കൊണ്ട് വപുരഞ്ജിത രോജിഷ. വപുസ് ശരീരം കൊണ്ട് അഞ്ജിതമായ വർണ്ണ ബഹുളമാക്കി തീർക്കപ്പെട്ട അഞ്ജിതമായ മനോഹരമാക്കപ്പെട്ടതായ രോജിഷ പ്രഭ കൊണ്ട്. വപുരഞ്ജിത രോജിഷ വപുസിൻ്റെ അഞ്ജിതമായ രോജിസ് കൊണ്ട്. രോജിസ് പ്രഭ പ്രകാശം. ആ പ്രകാശം കൊണ്ട് എങ്ങനെയുള്ള വപുവിൽ നിന്നുള്ള സ്വശരീരത്തിൽ നിന്നുള്ള അഞ്ജിതമായ മനോഹരമായ പ്രകാശം കൊണ്ട് അങ്ങ് ആ പുരത്തെ അലങ്കരിച്ചു. അതിമനോഹരമായ തൻ്റെ ശരീരം കൊണ്ട് ആ പുരത്തെ അലങ്കരിച്ചു എന്നർത്ഥം. അലങ്കാരമാക്കി തീർത്തു. ഭൂഷണമാക്കി തീർത്തു. അവരുടെ പുരത്തിന് തന്നെ സ്വയം ഒരു ഭൂഷണമായി തീർന്നു എന്നാണ് പറയുന്നത്. വപുരഞ്ജിത രോജിഷ വപുഷ. വപുസ് കൊണ്ട് അഞ്ജിതമായ രോജിസോടുകൂടിയ ആ തൻ്റെ ശരീരം കൊണ്ട് ആ ദ്വാരകയെ അങ്ങ് അലങ്കരിച്ചു. പിന്നെ അപ്പം അതാണ് ദ്വാരകയിൽ താമസാക്കി എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി അതിന് ശേഷമാണ് ബലരാമൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയണത് അടുത്ത ശ്ലോകത്തിൽ. ദദുഷിരേവത ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയം വിശിശാസനൽ മഹിതമുത്സവഘോഷമപൂഷ സമുദിതൈർമുദിതൈ സഹ യാദവൈഃ. ഈ ബലരാമൻ്റെ വിവാഹം പറയാണ്. ദദുഷി രേവത ഭൂഭൃതി രേവതീം. രേവതീം ദദുഷി. ആർക്ക്? ഹലഭൃതേ. ഹലഭൃത്തിനായിക്കൊണ്ട്. ഹലത്തെ ധരിക്കുന്നവൻ, കലപ്പയെ ധരിക്കുന്നവൻ. വിഭക്തി എന്നുള്ളതാണ്. ഹലത്തെ ധരിക്കുന്നവൻ, കലപ്പ ആയുധമാക്കിയിട്ടുള്ളതായ ബലരാമനായിട്ട് രേവതി എന്നുള്ളതായ നിജസുതാം തൻ്റെ പുത്രിയെ രേവതഭൂഭുഷി ദദുഷി. രേവതഭൂഭൃത്ത് രേവതൻ എന്നുള്ളതായ രാജാവ്, ഭൂഭൃത്ത രാജാവ്. രേവതഭൂഭൃഷി രേവതൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് ദദുഷി നൽകുവാൻ ആഗ്രഹിച്ചപ്പോൾ. അവിടെ ഒരു കഥയൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ രേവതൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് അദ്ദേഹം വളരെ കൃതയുഗത്തിലുണ്ടായിരുന്ന ഒരു രാജാവാണത്രേ. ആ രാജാവ് തൻ്റെ പുത്രിക്ക്, കൃതയുഗത്തിലാണ് ഈ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്, കാര്യമായിട്ടുള്ള സൃഷ്ടികർമ്മങ്ങളൊക്കെ കൃതയുഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ കാലത്തുണ്ടായതായ ഒരു രാജാവാണ് രേവത രാജാവ്. ആ രാജാവ്
ഇപ്പൊ തൻ്റെ പുത്രിക്ക് വിവാഹപ്രായമായപ്പോൾ ആർക്കാണ് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് എന്ന് തീർച്ചയാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പം ബ്രഹ്മാവ് ഒരാളെ കൽപ്പിച്ചിട്ടുണ്ടാവും, ഇന്ന ആൾക്ക് ഇന്ന ആള് ഭർത്താവ് എന്നുള്ളത് ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവിനോടൊന്ന് ചോദിച്ചേക്കാം, ആരാണ് എൻ്റെ പുത്രിക്ക് വരനായിട്ട് വേണ്ടത്, ഭർത്താവായിട്ട് വരേണ്ടത് ആരാണ് എന്ന് ബ്രഹ്മാവിനെ കണ്ട് ചെന്ന് ചോദിക്കാം എന്ന് തീർച്ചയാക്കിയിട്ട് ബ്രഹ്മലോകത്തേക്ക് പോയി എന്നാണ് ഈ ദേവതര. ഇങ്ങനെയാണ് കഥ പറയണത്. ബ്രഹ്മാവ് പുത്രിയെയും കൊണ്ട് ബ്രഹ്മലോകത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ ഇതൊക്കെ ഇതും സ്വർഗത്തിലുള്ളത് മാതിരിയുള്ളതായിട്ടുള്ള ചില വിനോദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം അവിടെ അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാലം കുറെ പോയി കഴിഞ്ഞു. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു യുഗം ആണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്നാണ് പറയണത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അത്രയും കാലം കഴിഞ്ഞു പോയി അവിടെ. അത് ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ ചെന്ന് നിന്നപ്പോൾ ഈ ബ്രഹ്മാവിനെ കണ്ട് ചോദിക്കാനായിട്ട് അവസരം നിന്നപ്പോൾ അത് നേരം കഴിഞ്ഞു പോയി എന്നാണ്. അപ്പം അങ്ങനെ അത്ര നേരം കഴിഞ്ഞു പോയപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, ഇനി ഇവിടുന്ന് അങ്ങ് തിരിച്ചു ചെല്ലുമ്പോഴേക്കും ദ്വാപരയുഗം ആയിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോഴേക്കും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോഴേക്കും ദ്വാപരയുഗമാവും. അപ്പോൾ ദ്വാപരയുഗത്തിൽ അനന്തൻ്റെ അവതാരമായിട്ടുള്ള ബലരാമൻ ജനിച്ചിട്ടുണ്ടാവും. ആ ബലരാമന് വിവാഹം ചെയ്ത് കൊടുത്താൽ മതി മകളെ എന്ന് പറഞ്ഞു. അതായത് അതുവരെയുള്ളതായിട്ടുള്ള, അതായത് കൃതയുഗം കഴിഞ്ഞു, ത്രേതായുഗവും കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ദ്വാപരയുഗം. അത്ര കാലം എടുത്തു എന്നുള്ളതാണ്. ഈ കാലം ബ്രഹ്മാവിനെ കാണാനായിട്ട് അവിടെ പോയി നിന്നു. അപ്പോഴേക്കും തിരിച്ചു വരാനായിട്ട് കുറേ സമയമെടുത്തു, പോകാനായിട്ട് കുറേ സമയമെടുത്തു. ഇങ്ങനെയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേക്കും യുഗങ്ങൾ മാറി ദ്വാപരയുഗത്തിലായി. ദ്വാപരയുഗത്തിൻ്റെ അവസാനിക്കാറായി തുടങ്ങി എന്നുള്ളതാണ്. കൃഷ്ണൻ അവതരിച്ചു കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ ആ ദ്വാപരയുഗത്തിൽ ബലരാമൻ, അനന്തൻ്റെ അവതാരമായിട്ടുള്ള ആ ബലരാമൻ ഉണ്ടാവും. അവിടെ ബലരാമനെ വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അതുപ്രകാരം ഈ ദേവതരാജാവ് ഭൂമിയിൽ തിരിച്ചു വന്ന് ബലരാമനെ അന്വേഷിച്ച് ദ്വാരകയിലെത്തി തൻ്റെ പുത്രിയെ വിവാഹം ചെയ്യാനായിട്ട് അപേക്ഷിച്ചു എന്നാണ്. അങ്ങനെ ദദുഷി നൽകുവാൻ നൽകുവാൻ ഇരിക്കുമ്പോൾ, വിവാഹം ചെയ്തു കൊടുക്കാനായി ആഗ്രഹിച്ചപ്പോൾ ദദുഷി ദേവതഭൂഭൃത്ത്, ദേവതൻ എന്നുള്ളതായ രാജാവ് നിജസുതാം തൻ്റെ പുത്രിയായ ദേവതിയെ ഹലഭൃതേ ദദുഷി, ഹലഭൃത്തിനായിട്ട് ബലരാമനായിട്ട് നൽകുവാൻ, വിവാഹം ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ വിധിശാസനാൽ, എന്താണ് ഇതിന് കാരണം? വിധിശാസനാൽ, ബ്രഹ്മാവിൻ്റെ അനുജ്ഞ അനുസരിച്ച് ബ്രഹ്മാവ് കൽപ്പിച്ചു ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ബ്രഹ്മാവ് കൽപ്പിച്ചതനുസരിച്ച് ദേവത മഹാരാജാവ് ഭൂമിയിൽ വന്ന് ദ്വാരകയിലെത്തി തൻ്റെ പുത്രിയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എന്തുണ്ടായി? മഹിതം ഉത്സവഘോഷം അപൂഷ. മഹിതം ഉത്സവഘോഷം, വലിയതായിട്ടുള്ള ഒരു ഉത്സവ ആഘോഷം തന്നെ ഉണ്ടായി. ആ വിവാഹം എന്നുള്ളത് ഒരു ഉത്സവമായിട്ട് തോന്നുന്നു ദ്വാരകയിലൊക്കെ എന്നാണ്. ബലരാമൻ്റെ വിവാഹം എന്നുള്ളത് വലിയൊരു ഉത്സവമായിട്ടാണ് ദ്വാരകാവാസികൾ കൊണ്ടാടിയത്. മഹിതം, ശ്രേഷ്ഠമായ ഒരു ഉത്സവഘോഷം തന്നെ ഉണ്ടായി. മഹിതം ഉത്സവഘോഷം അപൂഷ, അതിനെ അങ്ങ് പോഷിപ്പിച്ചു. അതായത് വലിയതായിട്ടുള്ള ഒരു ഉത്സവത്തിന് അങ്ങ് കളമൊരുക്കി എന്നാണ് ഭഗവാൻ. അത് വളരെ ഗംഭീരമായിട്ട് നടത്തി. ബലരാമൻ്റെ ആ വിവാഹം എന്നുള്ളത് അങ്ങ് വളരെ വലിയ ഒരു ഘോഷമായിട്ട് തന്നെ, ആഘോഷമായിട്ട് അങ്ങോട്ട് നടത്തി, വർദ്ധിപ്പിച്ചു, പോഷിപ്പിച്ചു, ആഘോഷമായിട്ട് നടത്തി എന്നർത്ഥം. സമുദിതൈഹി മുദിതൈഹി സഹ യാദവൈഹി, യാദവൈഹി സഹ, എല്ലാ യാദവന്മാരോടും കൂടി, യാദവൈഹി സഹ ഉത്സവഘോഷം അപൂഷ, എല്ലാ യാദവന്മാരോടും കൂടി അതൊരു ആഘോഷമായിട്ട്, ഒരു ഉത്സവാഘോഷമായിട്ട് നടത്തി ഈ ബലരാമൻ്റെ വിവാഹം എന്നാണ്. സമുദിതൈഹി മുദിതൈഹി സഹ യാദവൈഹി, യാദവൈഹി സഹ യാദവന്മാരോടുകൂടി. എങ്ങനെയുള്ള യാദവന്മാരാണ്? മുദിതൈഹി, സന്തുഷ്ടരായി, എല്ലാവർക്കും വലിയ സന്തോഷമായി. ബലരാമൻ്റെ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ സർവ്വത്വം വലിയ സന്തോഷമായി. അങ്ങനെ
സമുദിതന്മാരായിട്ട് ഒന്നിച്ചു വന്നു ചേർന്നതായ എല്ലാവരും അവിടെ ദ്വാരകയില് ഉത്സവം ആഘോഷിക്കാനായിട്ട് ഈ രാജധാനിയിൽ എത്തിച്ചേർന്നു എന്നാണ്. അങ്ങനെ സമുദിതൈഹി ഒന്നിച്ചുകൂടിയതായ മുദിതൈഹി സന്തുഷ്ടരായ യാദവന്മാരോടൊപ്പം അന്ന് ആ ഉത്സവത്തെ വളരെ വലിയൊരു ആഘോഷമായിട്ട് വർദ്ധിപ്പിച്ചു, നടത്തി എന്ന് സാരം. ദദുഷി ദേവത ഭൂഭൃതി ദേവത കഥ അതാണ്. ദേവത രാജാവ് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് പുത്രിയെ ആരൊക്കെ കൊടുക്കണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഈ കൃതയുഗം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലെ ഭഗവാന് അവതാരം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് ജനിച്ചതായ ശേഷന്റെ അവതാരമായിട്ട് ജനിച്ചതായിട്ടുള്ള ബലരാമന് പുത്രിയെ കൊടുത്തുകൊള്ളാനായിട്ടാണ് ബ്രഹ്മാവ് പറഞ്ഞത്, കൽപ്പിച്ചത്. അതനുസരിച്ച് വിധിശാസനാൽ വിധിയുടെ ബ്രഹ്മാവിൻ്റെ ശാസനം കൊണ്ട് ശാസനം ഹേതുവായിട്ട് ഈ പുത്രിയെ തൻ്റെ പുത്രിയെ പുത്രിയെ ഹനഭൃതേ ദദുഷി ഹനഭൃത്തിനായിക്കൊണ്ട് ബലരാമനായിക്കൊണ്ട് നൽകുവാൻ ആഗ്രഹിച്ചപ്പോൾ മഹിതം ഉത്സവഘോഷം അപൂപുഷ അങ്ങ് അപൂഷ മധ്യം പുരുഷനാണ്. അപ്പോൾ ത്വം അപൂപുഷ അങ്ങ് ഘോഷിപ്പിച്ചു. എന്ത് മഹിതം ഉത്സവഘോഷം ശ്രേഷ്ഠമായ ഒരു ഉത്സവമായിട്ടുള്ള ആഘോഷത്തെ തന്നെ അങ്ങ് വർദ്ധിപ്പിച്ചു, ആഘോഷമായിട്ട് നടത്തി എന്ന്. സമുദിതൈഹി മുദിതൈഹി സഹ യാദവൈഹി സഹ യാദവന്മാരോടൊപ്പം. എങ്ങനെയുള്ള യാദവന്മാര്? മുദിതൈഹി സന്തുഷ്ടരായി, സമുദിതൈഹി എത്തിച്ചേർന്നതായ ആഘോഷത്തിന് വേണ്ടി എത്തിച്ചേർന്നതായ യാദവന്മാരോടൊപ്പം, സന്തുഷ്ടരായ യാദവന്മാരോടൊപ്പം അങ്ങ് അതിനെ വിവാഹത്തെ ഒരു ആഘോഷമാക്കിയിട്ട് തീർത്തു എന്ന്. ത്രിദശവർദ്ധകിവർദ്ധിത കൗശലം ത്രിദശദത്ത സമസ്ത വിഭൂതിമത് ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതജ്യോതിഷ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അമരശില്പിയുടെ കരകൗശലം അമരരേകിയ സർവവിഭൂതിയും അഴകു നൽകിയൊരർണവപട്ടണം മിഴിവുകൂട്ടി ഭവദ്വപു ശോഭയാൽ. ദദുഷിരേവതഭൂഭൃതിരേവതീം ഫലഭൃതേ തനയം വിധിശാസനാത് മഹിതമുത്സവഘോഷമപൂരുഷ സമുദിതൈർമുദിതൈഃ സഹ യാദവൈഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നൃപതിരേവതനാത്മജരേവതീം ബലനു നൽകി വിരിഞ്ച വചസ്സിനാൽ കുതുകമോടഥ യാദവരൊപ്പമായി പരിണയോത്സവമങ്ങു നടത്തിനാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.